നോവലിസ്റ്റും ചിത്രകലാ അധ്യാപകനുമായ ജോസഫ് പനക്കലുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം. ചെറുകഥകൾ സാറ് ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ടോ? ആദ്യമായിട്ട് എഴുതിയ ചെറുകഥ എന്താണ്? ആ ചെറുകഥ എഴുതാനായിട്ട് ഉള്ള പ്രചോദനം എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ വഴികൾ എന്തായിരുന്നു? അത് ആദ്യമായിട്ട് അച്ചടിച്ചു വന്ന കഥ ഏതാണ്? ആ കഥകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം. ഒരു കഥ എഴുതണമെന്നുള്ള ഒരു മുൻവിധി ഒന്നുമില്ലാതെ സാഹിത്യത്തിലേക്ക് കടന്നു വന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു കൈയെഴുത്ത് മാസിക നടത്തിയിരുന്നു. നമ്മുടെ അയ്യമ്പള്ളി ഭാസ്കരൻ, പിന്നെ ബാലൻ അയ്യമ്പള്ളി എന്നിവരൊക്കെ, കലേശൻ, പി കെ പുരുഷൻ, അവരൊക്കെ ആ കൈയെഴുത്ത് മാസികയിൽ എഴുതാറുണ്ടായിരുന്നു. അവരുടെ കഥകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇതുപോലെ എനിക്കും ഒരു കഥ എഴുതാൻ സാധിക്കുമല്ലോ എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ആദ്യമായി ഒരു കഥ എഴുതാൻ ശ്രമിച്ചത്. ആ കഥയുടെ പേര് ചിറകൊടിഞ്ഞ ചിത്രശലഭം എന്നായിരുന്നു. അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ആ കഥ എഴുതാൻ തന്നെ എനിക്ക് പ്രചോദനം നൽകിയത്, അല്ലെങ്കിൽ കാരണമായി തീർന്നത്, എൻ്റെ ക്ലാസ്സിലെ എൻ്റെ സഹപാഠികളിൽ ഒരാൾ കാലിന് സ്വാധീനമില്ലാതെ മുട്ടിലിഴഞ്ഞാണ് സ്കൂളിൽ വന്നിരുന്നത്. തോളിൽ സഞ്ചിയും തൂക്കി വഴിയോരത്തുകൂടി മുട്ടിലിഴഞ്ഞു വരുന്ന ആ സുഹൃത്ത് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അത് ആ സ്നേഹിതനോട് ആ സഹോദര്യ തുല്യമായ ഒരു സഹാനുഭൂതിയും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം എൻ്റെ മനസ്സിൽ അറിയാതെ ഒരു കഥാപാത്രമാവുകയായി. കഥ എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് കണ്ട ഒരു ചിത്രശലഭത്തിൻ്റെ അവസ്ഥ ആണ് ഈ സുഹൃത്തിലേക്ക് എൻ്റെ മനസ്സിനെ കൊണ്ടുപോയത്. മുറ്റത്ത് അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരു ചെടിയുടെ ചോട്ടിൽ ഒരു ചിത്രശലഭം കിടന്ന് പിടയ്ക്കുന്നത് ഞാൻ കണ്ടു. ആ ചിത്രശലഭത്തെ ഒരു കൂട്ടം എറുമ്പുകൾ ആക്രമിക്കുകയായിരുന്നു. നിസ്സഹായതയോടുകൂടി ആ ചിത്രശലഭം കിടന്ന് പിടയ്ക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എൻ്റെ ക്ലാസ്സിലെ ആ കാലിന് സ്വാധീനമില്ലാത്ത സുഹൃത്തിനെ കുറിച്ചായിരുന്നു. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട്, യോജിപ്പിച്ചുകൊണ്ട് മനുഷ്യാവസ്ഥയെക്കുറിച്ച് ഒരു കഥ എഴുതുകയാണ് ഞാൻ ചെയ്തത്. അപ്പം അക്കാലത്തൊന്നും ഈ മനുഷ്യാവസ്ഥ എന്നൊക്കെയുള്ള ഒരു സങ്കല്പമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ചിറകൊടിഞ്ഞ ചിത്രശലഭവും കാലിന് സ്വാധീനമില്ലാതെ പിടപ്പിച്ച് മുട്ടിൽ ഇഴഞ്ഞു വരുന്ന ആ സുഹൃത്തും ഒരേപോലെ എൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയ കാര്യമാണ്. അങ്ങനെയാണ് ആ കഥയ്ക്ക് ചിറകൊടിഞ്ഞ ചിത്രശലഭം എന്ന് പേരിട്ടത്. അത് കയ്യെഴുത്ത് മാസികയിൽ വന്നപ്പോൾ വളരെ നല്ല അഭിപ്രായം കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ കഥ തന്നെയാണ് എൻ്റെ ആദ്യത്തെ അച്ചടിക്കപ്പെട്ട കഥയും. അതിൻ്റെ ഒരു രസമുണ്ട്. അതായത് മലയാള മനോരമ വർഷം തോറും കുട്ടികൾക്ക് വേണ്ടി ഒരു വിശേഷാൽപ്പതി പ്രസിദ്ധീകരിക്കുമായിരുന്നു. മലയാളത്തിലെ വളരെ പ്രശസ്തരായ എഴുത്തുകാരാണ് കുട്ടികൾക്ക് വേണ്ടി അന്ന് എഴുതിയിരുന്നത്. ജി ശങ്കരക്കുറുപ്പും വൈലോപ്പിള്ളിയും ഇ കുഞ്ഞിരാമൻ നായരും എസ് കെ പൊറ്റക്കാടും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ പ്രമുഖരായ എഴുത്തുകാരാണ് ആ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. കഥയും കവിതയും ലേഖനങ്ങളും ഒക്കെ. അത് വർഷത്തിലൊരിക്കലാണ് വലിയൊരു വിശേഷാൽപ്പതി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അന്ന് കുട്ടികൾക്ക് കിട്ടാവുന്ന വലിയൊരു സമ്മാനമായിരുന്നു. ഇത് ഞാൻ ഇടയ്ക്ക് വായിക്കുമായിരുന്നു. ഈ ചിറകൊടിഞ്ഞ ചിത്രശലഭം എന്നുള്ള കഥ എഴുതി കഴിഞ്ഞപ്പോൾ സഹപാഠികളിലും അധ്യാപകരും തന്നെ ആ കഥയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയുണ്ടായി. അക്കാലത്ത് കഥ എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കേണ്ടതെന്നോ ആർക്കാണ് അയക്കേണ്ടതെന്നോ ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കഥ കുറച്ചുകൂടി മാറ്റം വരുത്തി മിനുക്കി എഴുതി ഞാൻ നോട്ട്ബുക്കിൽ നിന്ന് പേജ് കീറിയെടുത്ത് പകർത്തി
എഡിറ്റർ മലയാള മനോരമ കോട്ടയം എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. അന്ന് എൻ്റെ ഉദ്ദേശം മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലെ കഥ വരണം എന്നതായിരുന്നു. ആഴ്ചപ്പതിപ്പിലെ കഥയുടെ നിലവാരവും കുട്ടികളുടെ കഥയുടെ നിലവാരത്തെക്കുറിച്ചൊന്നും അന്ന് യാതൊരു സങ്കല്പവും എൻ്റെ മനസ്സിലില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ്. കഥ അയച്ച് കുറെ കാലം ഞാൻ ആഴ്ചപ്പതിപ്പ് നോക്കിയിരുന്നു. കഥ വന്നില്ല, കണ്ടില്ല. പിന്നീട് ആ കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു വിശേഷാൽപ്പതി ഒരു വലിയ പുസ്തകം എനിക്ക് കൊണ്ടുവന്നു തന്നു. അത് മലയാള മനോരമ കുട്ടികളുടെ വിശേഷാൽപ്പതിയായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ ഒരു അത്ഭുതകരമായ മറ്റൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു. അതായത് ഞാൻ അറിയാതെ, എൻ്റെ മനസ്സറിയാതെ ഒരു കഥയും ഞാൻ വരച്ച ചിത്രവും അതിനകത്തുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് ചിത്രരചനയിൽ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. കാർട്ടൂണിസ്റ്റ് ശങ്കർ കുട്ടികൾക്ക് വേണ്ടി വർഷം തോറും ചിത്രരചന മത്സരം നടത്താറുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി പെയിൻറ്റിങ് മത്സരം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് മത്സരത്തെക്കുറിച്ച് പത്രത്തിൽ കണ്ട വാർത്ത അനുസരിച്ച് ഞാൻ ഒരു ഡ്രോയിങ് പേപ്പറിൽ ഒരു ചിത്രം വരച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. അതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും എനിക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ കുട്ടികളുടെ വിശേഷാൽപ്പതി മറിച്ചു നോക്കിയപ്പോൾ ഞാൻ വരച്ച ചിത്രം, പെയിൻറ്റിങ് 3ാം സ്ഥാനം ലഭിച്ചതായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി ഒരു ചിത്രം, കളർ ചിത്രം ഒരു പേജിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചിറകൊടിഞ്ഞ ചിത്രശലഭം എന്ന കഥയും അതിൽ വന്നിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ അച്ചടിക്കപ്പെട്ട കഥയും അച്ചടിക്കപ്പെട്ട ചിത്രവും. ഇത് രണ്ടും വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങളായിരുന്നു.